ഗുഡ് മോർണിംഗ് ടു ആൾ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററായ ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ് എടുക്കുന്നത്. ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ് ഇസ് റിട്ടൺ ബൈ R.K. നാരായൺ. ഇതിൽ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒത്തുതീർപ്പുകളും നമ്മൾ പരസ്പരം ഒരു വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫ് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുമായിട്ട് നല്ല ഒരു അറ്റാച്ച്മെൻറ്റ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, നല്ല ബന്ധങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവരുടെയും കൂടി ഇമോഷൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ കൂടി നമ്മൾ പരിഗണിക്കണം. അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ നമ്മുടെ താല്പര്യങ്ങളെ ചിലപ്പോൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അങ്ങനത്തെ അത്തരത്തിലൂടെ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ്. വാട്ട് ഈസ് 16? ഇത് ഫസ്റ്റ് പാരഗ്രാഫാണ്, ശ്രദ്ധിച്ചോളൂ എല്ലാവരും. വാട്ട് ഈസ് 16 and 3 മൾട്ടിപ്ലൈഡ്? ആസ്ക് ദ ടീച്ചർ. ഫസ്റ്റിൽ ഇത് പറയുന്നത് ഒരു ടീച്ചറും ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഒരു നഴ്സറി ക്ലാസ്സാണ്. ആ നഴ്സറി ക്ലാസ്സിലെ ഒരു കുട്ടിയെയും ഒരു ടീച്ചറെയാണ് ഇപ്പോൾ അതിൽ തുടക്കത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. അവർ തമ്മിലുള്ളൊരു സംഭാഷണമാണ്. അപ്പോൾ വാട്ട് ഈസ് 16 and 3 മൾട്ടിപ്ലൈഡ്? ആസ്ക്ഡ് ദ ടീച്ചർ. അപ്പോൾ ടീച്ചർ ചോദിക്കുന്നുണ്ട് കുട്ടിയോട്, വാട്ട് ഈസ് 16 and 3 മൾട്ടിപ്ലൈഡ്? 16നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് അതിൻ്റെ ആൻസർ കിട്ടുക? 16നെ 3 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആൻസർ കിട്ടുകയെന്ന് ആ കുട്ടിയോട് നമ്മുടെ ടീച്ചർ ചോദിക്കുകയാണ്. ദ ബോയ് ബ്ലിങ്ക്ഡ്. ദ ടീച്ചർ പെർസിസ്റ്റഡ് ആൻഡ് ദ ബോയ് പ്രോംപ്റ്റ്ലി ആൻസേർഡ് 24. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ ബ്ലിങ്ക്ഡ് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കണ്ണുമിഴിക്കുകയാണ്. എന്നിട്ട് ടീച്ചർ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ദ ടീച്ചർ പെർസിസ്റ്റഡ്. ടീച്ചർ റിപ്പീറ്റ് ചെയ്തു ക്വസ്റ്റ്യൻ. ആൻഡ് ദ ബോയ് പ്രോംപ്റ്റ്ലി ആൻസർ 24. അപ്പോൾ ആ കുട്ടിയുടെ ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ കുട്ടി എന്താ ആൻസർ പറഞ്ഞത്? 24 എന്നുള്ള തെറ്റായ ഉത്തരം പറയണം. വിത്ത് ആസ് ഇറ്റ് സീം ടു ദ ടീച്ചർ എ വിക്ഡ് സ്മൈൽ ഓൺ ഹിസ് ലിപ്സ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ ഉത്തരം പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ചുണ്ടിൽ എന്താണ് ഒരു വിക്ഡ് സ്മൈൽ ഒരു കള്ളച്ചിരി ഉണ്ടാവുകയാണ് ആ ടീച്ചർ. അപ്പോൾ ഈ ടീച്ചർക്ക് തോന്നുകയാണ്, ടീച്ചറെ കളിയാക്കണ പോലെ തോന്നുകയാണ്. കുട്ടിയെ ഒരു കളിയാക്കണ പോലെ ഒരു തെറ്റുത്തരം പറഞ്ഞു. ദ ബോയ് എവിഡൻ്റ്ലി വാസ് ട്രൈയിങ് ടു ഫൂൾ ഹിം ആൻഡ് വാസ് ബീയിങ് കോൺട്രറി ഓൺ പേർപ്പസ്. അപ്പോൾ എന്താ പറഞ്ഞാൽ ആ കുട്ടി എന്നെ ഒരു ഫൂളാക്കുന്ന പോലെ ടീച്ചർക്ക് തോന്നുകയാണ്. കാരണം ഈ തെറ്റ് പല പ്രാവശ്യം കുട്ടി ആവർത്തിച്ചതാണ്. ദ ബോയ് എവിഡൻ്റ്ലി വാസ് ട്രൈയിങ് ടു ഫൂൾ ഹിം ആൻഡ് വാസ് ബീയിങ് കോൺട്രറി ഓൺ പേർപ്പസ്. ഹി ഹാഡ് കറക്റ്റഡ് ദിസ് എറർ റിപ്പീറ്റഡ്ലി. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഈ ഞാൻ തിരുത്തി കൊടുത്തതാണ്. അപ്പോൾ പിന്നെയും കുട്ടി ആ തെറ്റെന്നെ പറഞ്ഞപ്പോൾ ടീച്ചർക്ക് ആ സാറിന് അയാളെ കളിയാക്കുന്നത് പോലെ തോന്നുകയാണ്. ആൻഡ് നൗ ദ ബോയ് പെർസിസ്റ്റഡ് ഇൻ സെയിങ് 24. കുട്ടി ഒരു ഇതുമില്ലാതെ പിന്നെയും പറയുകയാണ് 24 എന്ന്. പിന്നെയും കുട്ടി ഉത്തരം പറയുകയാണ്. How could this fellow be made to obtain 50 in the class test and go up by a double promotion to the first form? അപ്പോൾ എന്താ പറയുക, എങ്ങനെയാണ്? അപ്പോൾ ഈ സാറ് വിചാരിക്കുകയാണ് എങ്ങനെയാണ് ഈ കുട്ടിക്ക് ക്ലാസ് ടെസ്റ്റിന് 50 മാർക്ക് കിട്ടുക? ആ കുട്ടിയുടെ പാരൻസിനാണെങ്കിൽ എന്താണ് ആഗ്രഹം? ഇവനെ ഒരു ഡബിൾ പ്രൊമോഷൻ ഉണ്ടാവണം എന്നാണ്. അപ്പോൾ അത്രയും ഡബിൾ പ്രൊമോഷൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ടീച്ചറിനൊക്കെ വെച്ചിരിക്കുന്നത് ഈ കുട്ടിക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആസ് ഹിസ് പാരൻസ് ഫോൺലി ഹോപ്ഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 50 മാർക്ക് എങ്ങനെയാണ് അവന് ഞാൻ നേടിക്കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ്. As his parents finally hoped. At the mention of 24, the teacher felt his blood rushing to his head. അപ്പോൾ എന്താ ഈ ടീച്ചറുടെ ചോദ്യത്തിന് തെറ്റുത്തരം പറഞ്ഞപ്പോൾ ടീച്ചർക്ക് ആകെ ദേഷ്യം വന്നു. ടീച്ചറുടെ മുഖത്തൊക്കെ എന്ത് തോന്നി? ടീച്ചർ ഫെൽറ്റ് ഹിസ് ബ്ലഡ് റഷിങ് ടു ഹിസ് ഹെഡ്. അവളുടെ ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു എന്നൊക്കെ പറയില്ലേ, അതേപോലെ അത്രയും ദേഷ്യം വന്നു. ഹി കൺട്രോൾഡ് ഹിംസെൽഫ്. അപ്പോൾ അദ്ദേഹം സ്വയം കൺട്രോൾ ചെയ്തു. എന്നിട്ട് ചോദിക്കുകയാണ് ആൻഡ് ആസ്ക്ഡ് അഗെയിൻ ഹൗ മച്ച്? എത്രയാണെന്ന് ഒന്നും കൂടി ദേഷ്യത്തിൽ ചോദിക്കുക. ആസ് എ ലാസ്റ്റ് ചാൻസ് വെൻ ദ ബോയ് ഒബ്സ്റ്റിനേറ്റ്ലി സെഡ് ദ സെയിം. പിന്നെ ആ കുട്ടി എന്താ പറയുന്നത്? ഒരു ഇതുമില്ലാതെ പിന്നെയും പറയുകയാണ്. കുട്ടി സെയിം ഉത്തരം തന്നെ, തെറ്റുത്തരം പറയണം. said the same. He felt as if his finger were releasing the trigger. അപ്പോൾ ടീച്ചർക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു? ആ ടീച്ചർ കുട്ടിയുടെ ചെകിടത്ത്
ഒറ്റ അടി കൊടുക്കുകയാണ്. ഹി ഫെൽറ്റ് ഓഫ് ഹിസ് ഫിംഗർ വെർ റിലീസിങ് ദ ടിഗർ. പെട്ടെന്ന് ടീച്ചേഴ്സിന് കൺട്രോൾ പോകും അല്ലേ. കൺട്രോൾ പോകുമ്പോൾ എന്താണ് അപ്പോൾ അടിക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സാറിന് ആകെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ദേഷ്യം ഒരുപാട് വട്ടം പറഞ്ഞു കൊടുത്തിട്ടും കുട്ടി പിന്നെയും ഈ തെറ്റ് തന്നെ ആവർത്തിച്ചപ്പോൾ സാറിന് ദേഷ്യം വന്നു. പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു, അവൻ്റെ മുഖത്തടിച്ചു. He reached across the table and delivered a wholesome slap on the youngster's cheek. അപ്പോൾ എന്താ പറഞ്ഞത്, പിന്നെയും ബോയ് അപ്പോൾ ആ ടീച്ചറിനെ നോക്കിയിട്ട് ആ കുട്ടി ഉറക്കെ കരയാണ്. ദ ബോയ് ഗേസ്ഡ് അറ്റ് ഹിം ഫോർ എ മൊമെൻറ്റ് ആൻഡ് ദെൻ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അപ്പോൾ ഈ കുട്ടി ഈ വീണപ്പോൾ ടേബിളിൻ്റെ അപ്പുറത്തേക്ക് മറിഞ്ഞു വീണു അദ്ദേഹത്തിൻ്റെ അടി കാരണം. എന്നിട്ട് ഈ ടീച്ചറെ മുഖത്ത് നോക്കിയിട്ട് കരയാണ്. ദ ടീച്ചർ നൗ റീഗെയിൻഡ് ഹിസ് നോർമൽ വിഷൻ. അപ്പോൾ ടീച്ചർക്ക് ആകെ പിന്നെയാണ് ഒരു നോർമലായിട്ട് വന്നത്. ഈ സാറിനെ അടിക്കും ചെയ്തു. പിന്നെ ആകെ ടെൻഷനായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫെൽറ്റ് അപ്പാൽഡ് ബൈ ഹിസ് ഓൺ ആക്ഷൻ. ഈ ടീച്ചർക്ക് ആകെ ഒരു എന്താ പറയുക, ഒരു കുറ്റബോധം തോന്നി. അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നി. ആൻഡ് ബെഗ്ഡ് ഫ്രാൻറ്റിക്കലി, ഡോണ്ട് ക്രൈ ലിറ്റിൽ ഫെല്ലോ, യു മസ്റ്റ്ന്റ്, ഐ വിൽ ടെൽ ദം, സോബ്ഡ് ദ ബോയ്. അപ്പോൾ എന്താ പറയുന്നത്, കുട്ടിയോട് കരയാതിരിക്കാൻ പറയുകയാണ്. അപ്പോൾ ഒരു കുട്ടിയോട് ഇങ്ങനെ ടീച്ചർ പറയുകയാണ്, നീ കരയണ്ട. കുറേ ഇങ്ങനെ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടി ഒന്നിനും ഇതാവണില്ല. കുട്ടി പറയാണ്, ഐ വിൽ ടെൽ ദം, സോബ്ഡ് ദ ബോയ്, എൻ്റെ പാരൻസിനോട് ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരയാണ് ഉറക്കെ. ഓ നോ അപ്പീൽ ദ ടീച്ചർ, ഹി ലുക്ക്ഡ് എബൌട്ട് കോഷ്യസ്ലി. അപ്പോൾ ടീച്ചർ ഇങ്ങനെ വല്ലാതെ ബെഗ് ചെയ്യുന്നുണ്ട് ഈ കുട്ടിയോട്, വേണ്ട വീട്ടുകാരോടൊന്നും പറയണ്ട, പാരൻസിനെ അറിയിക്കരുത് നിങ്ങൾ. ടീച്ചർ കുട്ടിയോട് വല്ലാതെ ബെഗ് ചെയ്യുന്നുണ്ട്. ഹി ലുക്ക്ഡ് എബൌട്ട് കോഷ്യസ്ലി പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് വേവലാതിപ്പെടുകയാണ്. ഫോർച്ചുനേറ്റ്ലി ദിസ് നഴ്സറി വാസ് അറ്റ് എ ലിറ്റിൽ ഡിസ്റ്റൻസ് ഫ്രം ദ മെയിൻ ബിൽഡിംഗ്. ഭാഗ്യത്തിന് ഈ അടിച്ചതും കരയണ ഈ ബഹളങ്ങളൊന്നും വേറെ ആരും കേട്ടില്ല. കാരണം എന്താണ്, ഈ നഴ്സറി എന്ന് പറയുന്നത് മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് അകലെയാണ്. ലിറ്റിൽ ഡിസ്റ്റൻസ് ഫ്രം ദ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് അകലെ ആയതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പ്രോബ്ലംസ് ഒന്നും ആരും അറിഞ്ഞില്ല. പിന്നെ ഈ കുട്ടി ഉറക്ക കരയുന്നതാണ്. അപ്പോൾ കുട്ടി പറയാണ്, ഐ വിൽ ടെൽ മൈ മദർ സെഡ് ദ ബോയ്, ഞാൻ എൻ്റെ അമ്മയോട് കാര്യം പറയും. His parents said once that the boy was a little angel, all dimples, smiles and sweetness, only wings lacking. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഈ പാരൻസിന് ഇവനാകെ ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി അത്രയും പാമ്പർ ചെയ്തിട്ടാണ് അവർ വളർത്തുന്നത്. അപ്പോൾ കുട്ടി പാരൻ്റ് ഒരിക്കൽ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. ടീച്ചർ ആലോചിക്കുകയാണ്, എന്താ, ദാറ്റ് ദ ബോയ് വാസ് എ ലിറ്റിൽ ഏഞ്ചൽ, എൻ്റെ മോനൊരു മാലാഖയാണെന്ന് ഒരിക്കൽ ആ പാരൻസ് എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആൾ ഡിംപിൾസ്, സ്മൈൽസ് ആൻഡ് സ്വീറ്റ്നെസ്, അവൻ്റെ ചിരിയും അതേപോലെ തന്നെ അവൻ്റെ നല്ല ക്യൂട്ട്നെസ്സും അതേപോലെ അവൻ്റെ നുണക്കുഴിയൊക്കെ അതേപോലെ തന്നെ വിങ്സ് ലാക്കിങ്. പക്ഷെ ഒരു ചിറകില്ല എന്ന് മാത്രമേ, മാലാഖകൾക്ക് ചിറകുണ്ടാവുമല്ലോ, ആ ചിറകില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ മോനൊരു മാലാഖയാണെന്ന് എൻ്റെ ആ പാരൻറ്റ് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ചെവിയിൽ കേൾക്കുന്നുണ്ട്. അവരുടെ ഒരേ ഒരു മകനാണിത്. ഹി വാസ് ദെയർ ഒൺലി ചൈൽഡ്, ദേ ഹാഡ് അബണ്ടൻറ്റ് അഫെക്ഷൻ ആൻഡ് ആമ്പിൾ മണി. അപ്പോൾ അവർക്ക് ആ മോനോട് അത്രയും ഇഷ്ടമാണ്. അതേപോലെ തന്നെ ആമ്പിൾ മണി, ഒരുപാട് പൈസയുണ്ട്. അപ്പോൾ ദേ ബിൽറ്റ് എ നഴ്സറി, ബോട്ട് ഹിം എക്സ്പെൻസീവ് ടോയ്സ്, ഫിറ്റഡ് അപ്പ് മിനിയേച്ചർ ഫർണിച്ചർ സെറ്റ്സ്, ഗേവ് ഹിം എ സ്മാൾ പെഡൽ മോട്ടോർ കാർ ടു ഗോ എബൌട്ട് ഇൻ ആൾ ഓവർ ദ ഗാർഡൻ. ദേ ഫിൽഡ് അപ്പ് ഹിസ് കബോർഡ് വിത്ത് ആൾ കൈൻഡ്സ് ഓഫ് സ്വീറ്റ്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ടു ഹിസ് ഗുഡ് സെൻസ് ടു devour them moderately. They believed a great deal in leaving things that way. അപ്പോൾ ഈ കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ആ കുട്ടിക്ക് വേണ്ടി മാത്രമാണ് ഒരു നഴ്സറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സുകൾ വാങ്ങിക്കൊടുക്കുകയും അതേപോലെ തന്നെ ചെറിയ ചെറിയ വലുപ്പത്തിലുള്ള ഒരുപാട് ഫർണിച്ചർ സെറ്റുകൾ അവനായിട്ട് തന്നെ അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചെറിയ കാലുകൊണ്ട് ഇങ്ങനെ പെഡൽ മോട്ടോ കാർ, പെഡൽ മോട്ടോ കാർ, അങ്ങനത്തെ ചെറിയൊരു ആ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാറൊക്കെ അവന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദേ ഫിൽഡ് അപ്പ് ഹിസ് കബോർഡ് വിത്ത് ആൾ കൈൻഡ്സ് ഓഫ് സ്വീറ്റ്സ്. അപ്പോൾ അവൻ്റെ കബോർഡിൽ ഏത് സമയത്തും എല്ലാ ടൈപ്പ് സ്വീറ്റ്സും ബിസ്ക്കറ്റും ചോക്ലേറ്റ്സും ഒക്കെ നിറച്ചിട്ടുണ്ടാവും. ദേ ബിലീവ്ഡ് എ ഗ്രേറ്റ് ഡീൽ ഇൻ ലീവിങ് തിങ്സ്
ദാറ്റ് വേ. അപ്പോൾ എല്ലാ സാധനങ്ങളും അത്രയും സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് അവൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ കുട്ടിയെ അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പ്രശ്നമാവുന്ന ഈ ടീച്ചർക്ക് അറിയാം. ടീച്ചർ അത്ര പെട്ടെന്നൊരു ഇതിൽ ചെയ്തതാണ്. പക്ഷേ ആ ചെയ്ത പ്രവൃത്തിയിൽ പിന്നെ ടീച്ചർക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നി. നെക്സ്റ്റ് പാരഗ്രാഫ്. You must never set up any sort of contrariness or repression in the child's mind, declared the parents. അപ്പോൾ പാരൻസ് പറഞ്ഞിട്ടുണ്ട് എന്നോട്, എന്ത്, ഈ കുട്ടീനെ ബാധിക്കുന്ന ഒരു തരത്തിലും കുട്ടീനെ ഒരിക്കലും കൺട്രോൾ ചെയ്യേ അല്ലെങ്കിൽ റിപ്രഷൻ മീൻസ് അങ്ങനെ ഒന്നിലും നിർബന്ധിക്കുക അടിച്ചമർത്തി ഒന്നും ചെയ്യരുത് എന്ന് പാരൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുന്നേ തന്നെ. യു വിൽ ഡാമേജ് ഹിം ഫോർ ലൈഫ്. അതെന്താണ്, അവൻ്റെ ലൈഫിനെ തന്നെ നശിപ്പിക്കുമെന്നാണ് അവരുടെ പാരൻസ് പറയാറുള്ളത്. ദെൻ ഇറ്റ് നോ ഡൗട്ട് റിക്വയർസ് എ ലോട്ട് ഓഫ് ഡിസിപ്ലിൻ ഓൺ അവർ പാർട്ട് ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്, ദേ ഡിക്ലെയർഡ് പ്രൈംലി. അപ്പോൾ എന്താ പറയുന്നത്, ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് അച്ചടക്കം, ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. പക്ഷേ വി ഷാൾ ബി ബ്രിങ്ങിങ് അപ്പ് എ ഹെൽത്തി സിറ്റിസൺ. ഒരു നല്ലൊരു ഈ മോനെ നല്ലൊരു സിറ്റിസൺ, ഈ ലോകത്തിന് തന്നെ നല്ലൊരു സിറ്റിസണെ ഉണ്ടാക്കണം എന്നാണ് ഇവർക്ക് ആഗ്രഹം. അപ്പോൾ അത്രയും നന്നായിട്ട് അവരുടെ കുട്ടി വളരണമെന്നാണ് അവരുടെ ആഗ്രഹം. വി ഷാൽ ബി ബ്രിങ്ങിങ് അപ്പ് എ ഹെൽത്തി സിറ്റിസൺ. നല്ല ആരോഗ്യമുള്ള, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നല്ലൊരു സിറ്റിസണെ ഈ സമൂഹത്തിന് കൊടുക്കണമെന്നാണ് ഈ പാരൻസിൻ്റെ ആഗ്രഹം. പക്ഷേ ഈ കുട്ടിയാണെങ്കിലോ ഭയങ്കര വികൃതിയും, ഈ ടീച്ചർക്കാച്ച ഭയങ്കര ദേഷ്യമാണ്. ടീച്ചറുടെ കഷ്ടകാലം കൊണ്ട്, ടീച്ചറുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ ഒരു നല്ല പൈസയും ശമ്പളമൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് ടീച്ചർ ഈ ജോലി ഏറ്റെടുത്തത്. അപ്പോൾ ഈ കുട്ടിക്കാച്ച പഠിക്കാനും ഒക്കെ ബാക്കിക്കാണ് ഈ പാരൻസ് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഈ കുട്ടിക്ക് ഇല്ല. ദെൻ യെസ് ദ ടീച്ചർ എഗ്രീഡ് ഔട്ട്വേർഡ്ലി, feeling more and more convinced every day that what the little fellow needed to make him a normal citizen was not cajoling but an anna's worth of gain, for which he was prepared to advance the outlay. ഇതിൽ വന്ന് എന്താ പറയണ, അപ്പോൾ ആ ടീച്ചർ പറയുന്നുണ്ട്, അപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്നത് യെസ് ദ ടീച്ചർ എഗ്രീഡ് ഔട്ട്വേർഡ്ലി. അപ്പം ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ടീച്ചർ അംഗീകരിക്കുകയാണ്, അവർ എഗ്രി ചെയ്യാണ് ടീച്ചർ. ഫീലിംഗ് മോർ ആൻഡ് മോർ കൺവിൻസ്ഡ് എവറി ഡേ ദാറ്റ് വാട്ട് ദ ലിറ്റിൽ ഫെല്ലോ നീഡഡ് ടു മേക്ക് ഹിം എ നോർമൽ സിറ്റിസൺ വാസ് നോട്ട് കാജോളിംഗ് ബട്ട് ആൻ അനാസ് വർത്ത് ഓഫ് ഗെയിൻ ഫോർ വിച്ച് ഹി വാസ് പ്രിപ്പയർഡ് ടു അഡ്വാൻസ് ദ ഔട്ട്ലേ. അപ്പോൾ ഇവരുടെ പാരൻസ്, ഈ കുട്ടിയുടെ പാരൻസ് കുട്ടിയോട് അങ്ങനെ ചെയ്യണം, കുട്ടിയെ തല്ലരുത്, കുട്ടിയെ ചീത്ത പറയരുത്, കുട്ടിയെ പാമ്പർ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കേട്ട ടീച്ചർ ആദ്യമൊക്കെ അത് പുറമേക്കെങ്കിലും സമ്മതിച്ചതായിട്ട് ഇങ്ങനെ ഭാവിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കുട്ടീനെ അങ്ങനെ പുകഴ്ത്തല്ല വേണ്ട, കുട്ടിക്ക് നല്ല തല്ലാണ് വേണ്ടത്, അല്ല തലോടല്ല വേണ്ടതെന്നൊക്കെ ടീച്ചർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഈ പാരൻസിനോട് കാര്യം പറയുന്നില്ല ടീച്ചർ. കാരണം എന്താണ്, ഹി വാസ് ഫോർ ദ ടീച്ചർ ഇറ്റ് വാസ് എ ലൈഫ് ഓഫ് അട്ടർ ട്രാവൽ. ദ ഓൺലി റിലീവിങ് ഫീച്ചർ ഇൻ ദ ഹോൾ ബിസിനസ് വാസ് ദ 30 rupees ദേ പെയ്ഡ് ഹിം എവറി ഫസ്റ്റ് ഡേ. അപ്പോൾ ഈ ടീച്ചറുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാ മാസവും അവർക്ക് അയാൾക്ക് ആ ടീച്ചർക്ക് കൊടുക്കുന്ന ഈ 30 രൂപ 30 rupees മാത്രമാണ് അവരുടെ ഏക ഒരു റിലീഫ് എന്ന് പറയുന്നത്. അത് എല്ലാ വൈകുന്നേരം അത് എല്ലാ മാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ട് ഇദ്ദേഹം ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വരുന്നത്. ടീച്ചർ ഇറ്റ് വാസ് എ ഹോൾ ബിസിനസ് വാസ് എ 30 rupees ദേ പെയ്ഡ് ഹിം എവറി ഫസ്റ്റ് ഡേ. ഇറ്റ് ടുക്ക് ഹിം ഇൻ ആൾ 3 hours എവറി ഈവനിങ്. അതിന് വേണ്ടിയിട്ടാണ് ഈ എല്ലാ ദിവസവും ആദ്യത്തെ എല്ലാ ദിവസവും വൈകുന്നേരം 3 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ആ ടീച്ചറുടെ ലൈഫ്. ദെൻ every evening, of which the first half an hour he had to listen to the child psychology theories of the parents. അപ്പോൾ എന്നും ക്ലാസ് എടുക്കാൻ ഈ നഴ്സറിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അരമണിക്കൂർ ഈ പാരൻസിൻ്റെ ക്ലാസ് ആദ്യം ടീച്ചർ കേൾക്കണമായിരുന്നു. അവർ പറയുന്നത് എന്തൊക്കെയാണ്, ചൈൽഡ് സൈക്കോളജിനെ കുറിച്ചിട്ടൊക്കെയാണ് ടീച്ചർ എന്നെ പഠിപ്പിക്കുന്നത്. The father had written a thesis on infant psychology for his MA and the lady had studied a great deal of it for her BA.
അപ്പോൾ എന്തൊക്കെയാണ് അവർ പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കുട്ടിയുടെ ഫാദർ അയാളുടെ MA വേണ്ടിയിട്ട് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് സൈക്കോളജി തീസീസ് തയ്യാറാക്കിയിരുന്നു, ഒരു പ്രബന്ധം തയ്യാറാക്കിയിരുന്നു ഈ ചൈൽഡ് സൈക്കോളജി എന്നുള്ള പേരിൽ. അപ്പോൾ അയാൾക്ക് ഈ കുട്ടികളുടെ സൈക്കോളജിക്ക് ഒരുപാട് അറിയാമെന്നുള്ള നിലയിൽ ആണ് ഈ ടീച്ചറിനെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആ കുട്ടിയുടെ മദറാണെങ്കിലോ സ്ത്രീയുടെ പഠിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, കുട്ടികളുടെ സൈക്കോളജിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ടീച്ചറിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അരമണിക്കൂർ ഈ പാരൻസിൻ്റെ ക്ലാസ് കേട്ടിട്ട് വേണം ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ. ദേ ലെക്ചേർഡ് ടു ഹിം എവറി ഡേ ഓൺ ദെയർ തിയറീസ്. എന്നും അവരുടെ തിയറീസ് ഈ ടീച്ചറിനെ പഠിപ്പിക്കും. Then and he got more and more the feeling that they wanted him to deal with the boy as if he were made of thin glass. അപ്പോൾ അവരുടെ വിചാരം എന്താണ്? ആ കുട്ടിയോട് ഒരു തിൻ ഗ്ലാസ്, ഒരു കട്ടി കുറഞ്ഞ ഗ്ലാസ് കൊണ്ടുണ്ടാക്കി എന്തോ ഒന്നുപോലെ തൊട്ടാ പൊട്ടുന്നുള്ളൊരു നിലയിലുള്ള ഒരു കുട്ടിയെ പോലെ, ഒരു സാധനത്തിനെ പോലെ അതിനെ കൈകാര്യം ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അത്രയും പോലും ആ കുട്ടീനെ ഉപദ്രവിക്കരുത് എന്നാണ് ആ പാരൻസ് ഈ സാറിനോട് പറയുന്നത്. നോക്കൂ, the feeling that they wanted him to deal with the boy as if he were made of thin glass. ഒരു കട്ടി കുറഞ്ഞ ഗ്ലാസ്സിനോട് പെരുമാറുന്നത് പോലെ, ആ ഗ്ലാസ് തട്ടി വീഴുമെന്ന് പേടിച്ചിട്ട് നമ്മൾ പെരുമാറുന്നത് പോലെ ആ കുട്ടിയെ അത്രയും ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഹി ഹാഡ് ടു പ്രിറ്റൻഡഡ് ദാറ്റ് ഹി എഗ്രീഡ് വിത്ത് ദം. അപ്പോൾ ഇങ്ങനെ ഈ ടീച്ചർ അഭിനയിക്കും, ഒക്കെ അവർ പറയുന്നതൊക്കെ അനുസരിക്കുന്നത് പോലെ, എഗ്രി ചെയ്യുന്നത് പോലെ അഭിനയിക്കും. വൈൽ ഹിസ് ഓൺ പ്രൈവറ്റ് വ്യൂ വാസ് ദാറ്റ് ഹി വാസ് ഇൻ ചാർജ് ഓഫ് എ ലിറ്റിൽ ഗൊറില്ല. പക്ഷേ എൻ്റെ മനസ്സിലറിയായിരുന്നു ഞാനൊരു ചെറിയൊരു ഗൊറില്ലയാണ് ഞാൻ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയായിരുന്നു. അത്രയും വികൃതിയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു അത്. അപ്പോൾ അങ്ങനത്തെ കുട്ടീനെയാണ് ഇവർ പാരൻറ്റ് ഇങ്ങനെയൊക്കെ എന്നെ പോലെയൊക്കെ നോക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പാരൻസിനും അവനവൻ്റെ മക്കൾ അത്രയും നല്ല മക്കളായിരിക്കും. ഒരു വികൃതിയും കാണിക്കാതെ അത്രയും നന്നായി പഠിക്കണം നല്ല കുട്ടിയായിരിക്കും. പക്ഷേ ടീച്ചേഴ്സിനല്ലേ അറിയുള്ളൂ അവരുടെ സ്വഭാവം. അപ്പോൾ അവർ പറയുന്നുണ്ട്, അപ്പോൾ ഈ ടീച്ചർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഒരു ചെറിയ ഗൊറില്ല കുട്ടീനെയാണ് ഇനിയിപ്പോൾ മാനേജ് ചെയ്യേണ്ടതെന്ന് അവൻ സ്വയം വിചാരിക്കുകയാണ്. നൗ ദ ടീച്ചർ ഡിഡ് നോട്ട് നോ ഹൗ ടു ക്വൈറ്റൻ ദ ബോയ്. ഇപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. ഇപ്പോൾ കുട്ടീനെ അപ്പോൾ ഇങ്ങനെ വളർത്തുന്ന ഒരു കുട്ടിയുടെ മുഖത്തേക്കാണ് നമ്മൾ ടീച്ചർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചിന്തയെന്നൊക്കെ കൊണ്ട് പോന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ കുട്ടി കരയുന്നതാണ് നോക്കുന്നത്. ഈ കുട്ടി കരയുന്ന കുട്ടിയെ എങ്ങനെയാണ് സമാധാനപ്പെടുത്തേണ്ടതെന്ന് ടീച്ചർക്ക് അറിയുന്നില്ല. ഹു കെപ്റ്റ് സോബിങ് ഹി ഫെൽറ്റ് ഡെസ്പറേറ്റ്. എങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ സമാധാനിപ്പിക്കുക? അപ്പോൾ ആലോചിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഹി ടോൾ ദ യങ്സ്റ്റർ യു മസ്റ്റ് നോട്ട് ക്രൈ ഫോർ ദീസ് ട്രിഫ്ലിംഗ് മാറ്റേഴ്സ്, യു മസ്റ്റ് ബി ലൈക്ക് എ സോൾജർ. അപ്പോൾ എന്താ പറയുന്നത്? സമാധാനിപ്പിക്കാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും കുട്ടികൾ കരയാൻ പാടില്ല, നമ്മളൊരു സോൾജറിനെ പോലെ ബിഹേവ് ചെയ്യണം എന്നാണ് പറയുന്നത്, ഒരു പട്ടാളക്കാരനെ പോലെ പെരുമാറണം എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടി എന്താ പറയുന്നത്? എ സോൾജർ വിൽ ഷൂട്ട് വിത്ത് എ ഗൺ ഇഫ് ഹി ഈസ് ഇറ്റ്. അപ്പോൾ ഈ പട്ടാളക്കാരനാണെങ്കിൽ അവനെ ആരെങ്കിലും എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തോക്കെടുത്തിട്ട് കൊല്ലുമെന്നാണ് പറയുന്നത്, വെടിവെക്കുമെന്നാണ് പറയുന്നത്. ആ കുട്ടി പറയാണ്, ദ ടീച്ചർ ട്രീറ്റഡ് ഇറ്റ് ആസ് എ ജോഫ് ആൻഡ് ലോഫ്ഡ് ആർട്ടിഫിഷ്യലി. അപ്പോൾ ടീച്ചർക്ക് അത് കേട്ടപ്പോൾ ആദ്യം ഒന്ന് പേടിയായിച്ചാലും പിന്നെ പക്ഷെ അത് ഒരു തമാശ രൂപേണ എടുക്കുകയാണ്. ആൻഡ് ലോഫ്ഡ് ആർട്ടിഫിഷ്യലി, ഇങ്ങനെ ചിരിക്കണ പോലെ കാണിച്ചു. ദ ബോയ് കോട്ട് ദ ഇൻഫെക്ഷൻ ആൻഡ് ലോഫ്ഡ് ടു. അപ്പോൾ കുട്ടി അവൻ്റെ ഒപ്പം ടീച്ചറൊപ്പം ചിരിക്കുകയാണ്. ദിസ് ഈസ് ദ സിറ്റുവേഷൻ somewhat go and wash your face, suggested the teacher. A fine blue porcelain closet was attached to the nursery. അപ്പം എന്നിട്ട് ടീച്ചർ പറയണം പോയിട്ട് മുഖം കഴുകാൻ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ആ നഴ്സറിയോട് ചേർന്ന് തന്നെ ഒരു നല്ല ബ്ലൂ കളറിലുള്ള ഒരു പോഴ്സിലിൻ ക്ലോസറ്റ് ഉണ്ട്. Then the boy disobeyed and commanded close the lessons today. ഇപ്പോൾ കുട്ടി ഈ ഒരു അവസരം മുതലെടുത്തിട്ട് പറയുകയാണ്, ഇന്നത്തെ പഠിപ്പൊക്കെ നിർത്തിക്കോളൂ. ദ ബോയ് ഡിസൊബെയ്ഡ് ആൻഡ് കമൻറ്റഡ്. ടീച്ചർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, മുഖം കഴുകാനെന്ന് പറഞ്ഞതൊന്നും കേൾക്കണമെന്നില്ല. ക്ലോസ് ദ ലെസൺസ് ടുഡേ, ഇന്നത്തെ പഠിപ്പൊക്കെ നിർത്തിക്കോളൂ. ദ ടീച്ചർ വാസ് എഗെയിൻസ്റ്റ്. നോ ഹി ക്രൈഡ്. ഇല്ലില്ല. അപ്പോൾ ടീച്ചർ സമ്മതിക്കുന്നില്ല. ദെൻ ഐ വിൽ ഗോ ആൻഡ് ടെൽ മൈ മദർ. അപ്പോൾ കുട്ടി എന്താ പറയുന്നത്? കുട്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഞാൻ ദെൻ ഐ വിൽ ഗോ ആൻഡ് ടെൽ മൈ മദർ. ത്രട്ടൺ ദ ബോയ്. ഹി പുഷ്ഡ് ദ ചെയർ ബാക്ക് ആൻഡ് ഗോട്ട് അപ്പ്. അപ്പോൾ ചെയറൊക്കെ അങ്ങോട്ട് തട്ടി മാറ്റി നീക്കിയാണ്. ദ ടീച്ചർ റഷ്ഡ് അപ്പ്
ടു ഹിം ആൻഡ് ഹെൽഡ് ഹിം ഡൗൺ. അപ്പോൾ ടീച്ചർ അവനെ അവിടെ തന്നെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താ, ടീച്ചർക്ക് 3 മണിക്കൂറാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് നേരം വൈകിട്ടുണ്ടെങ്കിൽ, അല്ല നേരത്തെ വിട്ടിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് പ്രശ്നമാണ്. അപ്പോൾ കുട്ടീനെ എങ്ങനെയും അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കുകയാണ്. മൈ ഡിയർ ഫെല്ലോ, ഐ ആം ടു ബി ഹിയർ ഫോർ അനദർ ഹവർ. എനിക്ക് 1 മണിക്കൂർ കൂടി ഇവിടെ ഇരിക്കണം. ദ ബോയ് സെഡ്, ഓൾ റൈറ്റ്, വാച്ച് മീ പുട്ട് ദ എൻജിൻ ഓൺ ഇറ്റ്സ് റെയിൽസ്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ആയിക്കോട്ടെ, 1 മണിക്കൂറൊക്കെ ആയിക്കോട്ടെ. അപ്പം ആ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒരു കളി കളിക്കാം. നമുക്കൊരു എൻജിൻ ഇങ്ങനെ റെയിലുണ്ട്, കുട്ടിക്ക് കളിക്കാൻ കുറേ ടോയ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ എൻജിൻ ഇങ്ങനെ റെയിലിൽ ഓടിക്കാം എന്ന് പറയുകയാണ്. ഇഫ് യുവർ ഫാദർ കംസ് ഇൻ, നിൻ്റെ അച്ഛൻ വരില്ലേ, സെഡ് ദ ടീച്ചർ. ടെൽ ഹിം ഇറ്റ് ഈസ് ആൻ എൻജിൻ ലെസൺ. അപ്പോൾ അച്ഛനോട് പറഞ്ഞാൽ മതി, എന്ത്, ഇതൊരു എൻജിൻ്റെ ലെസൺ ആണെന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി എന്ന് പറയണം. And he smiled maliciously. He went over to his cupboard, opened it, took out his train set. അപ്പോൾ അങ്ങനെ അവൻ കബോർഡിൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ ട്രെയിൻ സെറ്റ് എടുത്തു. ആൻഡ് സ്റ്റാർട്ട് അസംബ്ലിങ് ദ ട്രാക്ക്. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ആ ട്രാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ യോജിപ്പിച്ച് വെക്കുകയാണ്. ഹി വോൺ ദ എൻജിൻ ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ആൻഡ് ഇറ്റ് വെൻ റൗണ്ട് ആൻഡ് റൗണ്ട്. എന്നിട്ട് അതിങ്ങനെ അങ്ങനെ അതിന് കീ കൊടുത്തിട്ട് ട്രാക്കിൽ വെക്കുകയാണ്. ആൻഡ് ദെൻ റൗണ്ട് ആൻഡ് റൗണ്ട്, അത് അങ്ങനെ റൗണ്ടിൽ ഓടാൻ തുടങ്ങി. ദെൻ ഹി യു ആർ ദ സ്റ്റേഷൻ മാസ്റ്റർ. അപ്പോൾ ടീച്ചറോട് പറയണം, നിങ്ങളാണ്, യു ആർ ദ സ്റ്റേഷൻ മാസ്റ്റർ, പ്രൊക്ലെയിം ദ ബോയ്. നോ നോ, റൈറ്റ് ദ ടീച്ചർ, യു ഹാവ് യുവർ ടെസ്റ്റ് ദ ഡേ ആഫ്റ്റർ ടുമാറോ. എന്താണ് ഡേ ആഫ്റ്റർ ടുമാറോ വി ഹാവ് എ ടെസ്റ്റ്, നമുക്കൊരു എക്സാം ഉണ്ട്. ദെൻ ദ ബോയ് മേളി സ്മൈൽഡ് ഇൻ എ സുപ്പീരിയർ വേ ആൻഡ് റിപ്പീറ്റ്. അപ്പോൾ കുട്ടി ഇതൊന്നും കേൾക്കാതെ വളരെ ധാർഷ്ട്യത്തിൽ പറയുകയാണ്. ദ ബോയ് മോളി സ്മൈൽഡ് എ സുപ്പീരിയർ വേ ആൻഡ് റിപ്പീറ്റഡ്. പിന്നെയും പറയുകയാണ്, വിൽ യു ബി എ സ്റ്റേഷൻ മാസ്റ്റർ ഓർ നോട്ട്, നിങ്ങൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ ആവാൻ പറ്റുമോ അതോ ഇല്ലയോ. The teacher was annoyed. I wouldn't be a station master, he said defiantly, whereupon the young fellow said, അവൻ എന്താ പറയണ, അപ്പം ടീച്ചർക്ക് ദേഷ്യം വരികയാണ്. അപ്പം എനിക്കൊരു സ്റ്റേഷൻ മാസ്റ്റർ ഒന്നും ആവണ്ടെന്ന് അവൻ ആ ടീച്ചർ പറയണം. He said defiantly, whereupon the young fellow said, oh, is that what you say? He gently touched his cheek. അപ്പോൾ അവൻ ടീച്ചറിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അവൻ്റെ ചീക്കിൽ ഇങ്ങനെ കവളത്ത് ഇങ്ങനെ തൊട്ടിട്ട് പറയുകയാണ്, എൻ്റെ മമേഡ് അങ്ങനെ പെറുപിറുത്തു. എന്ത്, ഇറ്റ് ഈസ് പെയിനിങ് മീ ഹിയർ ഓഫ്ലി, എനിക്ക് ഇപ്പോഴും നന്നായിട്ട് വേദനിക്കുന്നുണ്ട് എൻ്റെ മുഖത്ത്. ദെൻ ദ ടീച്ചർ വാച്ച്ഡ് ഹിം വിത്ത് എ ഡൾ ഡെസ്പറേഷൻ. അപ്പോൾ അവൻ്റെ മുഖത്ത് ടീച്ചർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ദ ബോയ്സ് ചീക്ക് വാസ് സ്റ്റിൽ റെഡ്. ആ കുട്ടിയുടെ മുഖം ഇപ്പോൾ റെഡ് കളറായിട്ട് തന്നെ ഇരിക്കുകയാണ്. സോ ഹി സെഡ്, ഡോണ്ട് ബോയ്, യു വാണ്ട് ബി എ സ്റ്റേഷൻ മാസ്റ്റർ. നീ കരയണ്ട, നിനക്ക് ഇപ്പോൾ ആരാ ആവണ്ട, സ്റ്റേഷൻ മാസ്റ്റർ അല്ലേ. വാട്ട് ഷാൾ ഐ ഹാവ് ടു ഡു, എന്നാ നമുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് നെക്സ്റ്റ് ഡേ എടുക്കാം. ഓക്കെ.